നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ലിയാൻഡ്രോ പെരേഡസിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് അർജൻറ്റീനയ്ക്ക് ഒരു തിരിച്ചടിയായിരുന്നല്ലോ. അദ്ദേഹത്തിന് പരിക്ക് ഇഞ്ചുറി പ്രശ്നമുള്ളത് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് എന്നാണ് TVC സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. രണ്ടാം പകുതിയിൽ പിന്നീട് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ നടന്ന തല്ലുമാലകളൊക്കെ നമുക്കറിയാം. എന്നാലും പിന്നാലെ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആൾക്ക് വാരിയെല്ലിന് വിള്ളലുണ്ട്, പൊട്ടലുണ്ട്, ആ വേദന സഹിച്ചാണ് കളിച്ചത് എന്ന് പറഞ്ഞാൽ ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് പല കളികളിലും താരം കളിച്ചത് എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരം ഒരു പരിക്ക് പറ്റുമ്പോൾ കുറച്ചധികം നാളുകളൊക്കെ പുറത്തിരിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടതെന്നാ എന്താ ഞായറാഴ്ചയായിരുന്നു വേൾഡ് കപ്പിൻ്റെ ഫൈനൽ. നമുക്ക് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ, ഇന്ന് വെള്ളിയാഴ്ച, അർജൻറ്റീനയിൽ ഇന്ന് വ്യാഴാഴ്ച. ഈ പുലർച്ചെ എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ 4 ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞ് 4-ാം നാൾ ക്ലബ് ഫുട്ബോളിൽ കളിക്കാനിറങ്ങിയിരിക്കുന്നു ലിയാൻഡ്രോ പെരേഡസ്. വേൾഡ് കപ്പ് കളിച്ച ഏതെങ്കിലും താരങ്ങൾ ഇപ്പോൾ അവരുടെ ക്ലബ്ബ് മത്സരങ്ങൾക്ക്, അതായത് ഫൈനൽ കളിച്ച താരങ്ങൾ, നേരത്തെ പുറത്തായവരൊക്കെ ബ്രസീലിലും മറ്റുമൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്, അതല്ല പറയുന്നത്. ഈ ക്ലബ് ഫുട്ബോളിൽ ഫൈനൽ കളിച്ച് ഏതെങ്കിലും താരങ്ങൾ ഇപ്പോൾ കളിക്കാൻ ഇറങ്ങിയത് നിങ്ങൾ കണ്ട? പക്ഷേ പെരേഡസ് ഇറങ്ങി. കോപ്പ സുഡാമേരിക്കാനയുടെ നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫിൻ്റെ ആദ്യ പാദത്തിൽ ഓയിഗിൻസിനെതിരെയുള്ള ബൊക്കയുടെ കളിക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു, അസിസ്റ്റ് കൊടുത്തു, ഫുൾ ടൈം കളിച്ചു. പരിക്കവിടെ പോയി. ആരാധകർക്ക് സ്വാഭാവികമായിട്ടും അതിൽ അത്ഭുതമുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിൽ പെരേഡസിൻ്റെ ഒരു വിശദീകരണം കളിക്ക് ശേഷം വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വേൾഡ് കപ്പിൽ. ആദ്യ ദിവസങ്ങളിൽ പരിക്ക് വല്ലാതെ വേദനാജനകമായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വളരെ ടഫായിരുന്നു കാര്യങ്ങൾ. ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു, റിബിന് ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ ആം ബെറ്റർ. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള വേദന, ഇൻറ്റൻസ് പെയിൻ ഉണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് അതിൽ മാറ്റമുണ്ടായി. ഇപ്പം ഈജിപ്തിനെതിരെയുള്ള കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഞങ്ങളത് മാനേജ് ചെയ്തു. മെഡിക്കൽ സ്റ്റാഫിൻ്റെ സഹായത്തോടു കൂടി വേദന മാനേജ് ചെയ്യുകയാണ് ചെയ്തത്. മറ്റുള്ളവർ എന്നെ അത് എത്രത്തോളം സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന രൂപത്തിൽ എന്നെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വേൾഡ് കപ്പ് കടന്നുപോയത്. പക്ഷേ ഇപ്പോൾ ഞാൻ ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് പെരേഡസ് പറഞ്ഞത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടീമിൻ്റെ ഫൈനലിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോൺസ്പിറസി തിയറീസിനെയൊക്കെ അദ്ദേഹം പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും വട്ടായി പോകും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഐ മസ്റ്റ് ബി ഗോയിങ് ക്രേസി, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഈ കളിക്ക് മുമ്പ് പറഞ്ഞതും കളിയുടെ സമയത്ത് പറഞ്ഞതും വേൾഡ് കപ്പിന് ശേഷം പറഞ്ഞതും ഒക്കെ നമ്മൾ കേട്ടാൽ വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ സത്യം എന്താണെന്നറിയോ? വി ഹാഡ് എ ഗ്രേറ്റ് വേൾഡ് കപ്പ്. സ്പെയിന് ഞങ്ങളെക്കാൾ ഫൈനലിൽ സുപ്പീരിയർ ആയിരുന്നു. അതുകൊണ്ട് കിരീടം അവർ വിജയിക്കാൻ അർഹിച്ചിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചത്? നമ്മൾ കഴിഞ്ഞൊരു 8 വർഷക്കാലം മുന്നോട്ട് വന്ന രീതി ഉണ്ടല്ലോ, അത് നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുക, അതാണ് ചെയ്യേണ്ടത്. ഇറ്റ് വാസ് എ സ്പെക്ടാക്കുലർ പ്രോസസ്. ഇറ്റ്സ് എ പ്ലഷർ ടു ബി പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് വി വിൽ ഷുവർലി ഫോളോ അപ്പോട്ട് ആഫ്റ്റർ വേർഡ് എന്നും കൂടി അദ്ദേഹം പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോവും, സ്വാഭാവികമാണ്. അത് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. 8 കൊല്ലക്കാലം അനവധി വിജയങ്ങൾ ഉണ്ടാക്കിയില്ലേ, പിന്നെ ഇങ്ങനെ ഒരു എൻഡൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ് എന്നുകൂടി പെരേഡസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.